യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനം വേഗത്തിലാക്കാൻ ദേശീയ നേതൃത്വം. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയാണ് അഭിമുഖം നടത്തുക. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി, ഒ.ജെ. ജിനീഷ് കുമാർ, ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയിൽ, NSU മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ KM അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത്. അബിൻ വർക്കിയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം ലഭിച്ച അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്നാണ് നിലപാട്. എന്നാൽ അതേസമയം KM അഭിജിത്തിനായി എ ഗ്രൂപ്പും ബിനു ചുള്ളിയലിനു വേണ്ടി KC വേണുഗോപാൽ പക്ഷവും കരുനീക്കം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കുടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് പുതിയ അധ്യക്ഷന്റെ നിയമനം വേഗത്തിലാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അധ്യക്ഷ നിയമനം വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളതിനാൽ തന്നെ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷനെ നിയമിക്കണമെന്ന സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിനിടെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രാവൺ റാവു സംസ്ഥാന നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തിയെന്ന് മുൻപ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 പേരുകളും, KPCC അധ്യക്ഷൻ K സുധാകരൻ 3 പേരുകളും, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 1 പേരും നിർദ്ദേശിച്ചിരുന്നുവെന്ന് ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകളും ഉണ്ടായി. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുടത്തിലിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തി അബിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതൃപ്തി പരസ്യമാക്കുമെന്ന ആശങ്കയുമുണ്ട്. നിലവിൽ കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ നേതാക്കളാണ് വഹിക്കുന്നത്. ഇതിനിടെ എ ഗ്രൂപ്പ് KM അഭിജിത്തിനും S അഖിലിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയായിരുന്ന ബിനു ചുള്ളിയലിന് KC വേണുഗോപാലുമായി അടുപ്പമുള്ളതിനാൽ തന്നെ അനുകൂലമാകുമെന്നാണ് അനുയായികളുടെ വിശ്വാസം. ഒ.ജെ. ജിനീഷിനും സംസ്ഥാന ചർച്ചകളിൽ പ്രാധാന്യമുണ്ട്. അതേസമയം അധ്യക്ഷ നിയമനം വൈകുന്നത് സംഘടനയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് ചില നേതാക്കൾ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു.